ദുരിതസഹമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നാട്ടിലെ പൊതുകിണർ സംരക്ഷിക്കുകയും ആവശ്യക്കാർക്ക് കുടിവെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അമ്പലവയൽ സ്വദേശി ഹരിദാസന് മലപ്പുറത്തെ പ്രവാസി വ്യവസായി കെ.ടി. റബീഉള്ളയുടെ കൈത്താങ്ങ്. മുളവടിയിൽ 2 അഗ്രങ്ങളിൽ കെട്ടിയ തകരപ്പാട്ടങ്ങളിൽ വെള്ളം നിറച്ച് ചുമലിൽ ഭാരം താങ്ങി കാൽനടയായാണ് ഹരിദാസന്റെ ജലവിതരണം. നിരവധി വീടുകളിലും കടകളിലുമെല്ലാം പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെയാണ് ഇദ്ദേഹം കുടിവെള്ളം എത്തിച്ചിരുന്നത്. സാമ്പത്തികമായി പ്രയാസം മൂലം കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് പോലും നിർമ്മിക്കാത്ത ഹരിദാസന്റെ ജീവിതത്തെക്കുറിച്ച് മാധ്യമ വാർത്തകളിൽ നിന്നറിഞ്ഞാണ് GCC കേന്ദ്രമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് മേധാവി കെ.ടി. റബീഉള്ള സഹായവുമായി എത്തിയത്. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അഫ്സത്ത് സഹായധനം സമ്മാനിച്ചു. ഹരിദാസേട്ടൻ പോലെയുള്ള ഒരുപാട് ആളുകൾ അധിവസിക്കുന്ന ഈ പഞ്ചായത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവരെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. അങ്ങനെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതിന്റെ ആ വേദനാജനകമായ സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ റബീഉള്ള പോലെയുള്ള ആളുകൾ ഇദ്ദേഹത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. വാർഡ് അംഗം കൃഷ്ണകുമാർ, റിട്ടയർഡ് അധ്യാപകൻ ബഷീർ അരഞ്ഞനാൽ, ചാരിറ്റി മിഷൻ കോർഡിനേറ്റർ സുരേഷ് എടപ്പാൾ, ഡാറ്റസ് LV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് വിഷൻ, അമ്പലവയൽ. പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്നും വീണും അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം വണ്ടൂർ മേലെ കോഴിപ്പറമ്പ് തായങ്കോട്ടെ രഞ്ജിത്തിന് ചികിത്സാ സഹായമെത്തി. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ കെ.ടി. റബീഉള്ളയാണ് 2 ലക്ഷം രൂപ കൈമാറിയത്. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രഞ്ജിത്തിന് നടന്നു തുടങ്ങാനാവുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. 15 മാസമായി തളർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവുന്നില്ലെന്ന മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് CEO A. ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് 2 ലക്ഷം രൂപ കൈമാറിയത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ടെത്തി മനോരമ ചാനലിലൂടെ വന്ന വാർത്ത കണ്ട് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ കെ.ടി. റബീഉള്ള സാഹിബിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങൾ ഇന്ന് രഞ്ജിത്തിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. തുടർന്ന് രഞ്ജിത്തിന് ആവശ്യമുള്ള പിന്തുണ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അമ്മയും നഷ്ടമായ രഞ്ജിത്ത് 2 സഹോദരിമാരും ഭാര്യയും 6 മാസം പ്രായമുള്ള കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഇനി വിദഗ്ധ ചികിത്സയാണ് ലക്ഷ്യം. നമ്മുടെ മനോരമ ഇപ്പോൾ സഹായിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള ചികിത്സയ്ക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷം. മനോരമ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ രഞ്ജിത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും ധനസഹായം എത്തുന്നുണ്ട്. S. മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം. അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ മൃതദേഹങ്ങൾ കഴിഞ്ഞ 32 വർഷക്കാലമായി സേവനം പോലെ പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്കെടുത്തു നൽകുന്ന കാവുംഭാഗം സ്വദേശി സോമന് സഹായവുമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് 2018 പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ മലപ്പുറം കോഡൂർ സ്വദേശി കെ.ടി. റബീഉള്ളയാണ് തിരുവല്ല പാലിയേക്കര കാഞ്ഞിരമാലിയിൽ വീട്ടിൽ കെ. സോമന് 2.5 ലക്ഷം രൂപയുടെ സഹായഹസ്തവുമായി എത്തിയത്. ബുധനാഴ്ച ഉച്ചക്ക് 12 മണിയോടെ സോമന്റെ വീട്ടിലെത്തിയ കമ്പനി CEO ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാട അണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറുകയായിരുന്നു. രാധാകൃഷ്ണൻ വേണാട് മൊമെന്റോ സമ്മാനിച്ചു. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു. സോമന്റെ വീടിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബീഉള്ള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമന്റെയും കുടുംബത്തിന്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്: തിരുവല്ല സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, അക്കൗണ്ട് നമ്പർ 6269010653, IFSC കോഡ് ICIC 006269. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇത് ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെന്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ
ഇത് ആവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയുടെ അഭിലാഷ് ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകൻ സുരേഷിനെ വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ട് അദ്ദേഹത്തിന് ഷിഫ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ഉപഹാരം നൽകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ എത്തിയിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെയിന്റിംഗ് ജോലിക്കിടെ കെട്ടിടത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന മലപ്പുറം വണ്ടൂർ മേലെ കോഴിപ്പറമ്പ് തായങ്കോട്ടെ രഞ്ജിത്തിന് ചികിത്സാ സഹായമെത്തി. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ളയാണ് 2 ലക്ഷം രൂപ കൈമാറിയത്. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ രഞ്ജിത്തിന് നടന്നു തുടങ്ങാനാവുമെന്നാണ് ഡോക്ടർമാരുടെ പ്രതീക്ഷ. 15 മാസമായി തളർന്നു കിടക്കുന്ന രഞ്ജിത്തിന് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവുന്നില്ലെന്ന വാർത്തയെ തുടർന്നാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് CEO A ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോഡൂരും ചേർന്ന് 2 ലക്ഷം രൂപ കൈമാറിയത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ജോലി ചെയ്ത് കുടുംബം കൂട്ടുന്നതിനിടയിൽ വീണ് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് ക്ഷതം അനുഭവിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കിടപ്പിലുമാണ്. ചെയർമാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഇങ്ങോട്ട് അയക്കുകയുണ്ടായി. തുടർന്ന് ഉള്ള ജീവിതം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് നമ്മോടൊപ്പമൊക്കെ പ്രവർത്തിക്കാനും അതോടൊപ്പം തന്നെ കുടുംബത്തെ പോറ്റാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ആവശ്യമാണെങ്കിൽ ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ള സാഹിബിന്റെ സഹകരണം ഉണ്ടാവുന്നതാണ്. തുടർന്നും മനോരമ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഗ്രൂപ്പിന് സന്തോഷവും ഉള്ളതായി അറിയിക്കുന്നു. സഹായം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള തുടർ ചികിത്സയ്ക്ക് ഒരുപാട് ആളുകളുടെ സഹായം എല്ലാം വേണം. തുടർന്ന് രഞ്ജിത്തിന് ആവശ്യമുള്ള പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെയും അമ്മയെയും നഷ്ടമായ രഞ്ജിത്ത്